എൻ്റെ പേര് അനൂപ് എന്നാണ്. ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ബൈക്കിൻ്റെ ചെയിൻ സോക്കറ്റ് എങ്ങനെ സ്വന്തമായിട്ട് നമുക്ക് തന്നെത്താനെ മാറാം എന്നുള്ളതാണ്. നമ്മുടെ ചാനലിൻ്റെ പേരറിയാലോ, കാർ കെയർ മല്ലു എന്നാണ്. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ കൂട്ടത്തിൽ ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതാണ്. ബൈക്കിൻ്റെ ചെയിനും സോക്കറ്റും മാറാൻ വേണ്ടി നമുക്ക് കുറച്ച് ടൂൾസ് ആവശ്യമാണ്. ഇത് നമ്മുടെ കയ്യിലുണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം പണിയിലേക്ക് കിടക്കുക. നമുക്ക് വേണ്ടത് 10, 12, 18, 22, 8ൻ്റെ ഒരു ടീ സ്പാൻഡർ വേണം. ഒരു സ്ക്രൂ ഡ്രൈവർ, പ്ലയർ എന്നീ ടൂൾസ് ആവശ്യമുണ്ട്. 150cc താഴെയുള്ള എല്ലാ ബൈക്കിൻ്റെയും ഇങ്ങനെ തന്നെയാണ് ചെയിനും സോക്കറ്റും മാറേണ്ടത്. ഡിസൈനിലുള്ള വ്യത്യാസം കാരണം ചെറിയ മാറ്റങ്ങൾ വരാവുന്നേ ഉള്ളൂ. എങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുതന്നെയാണ്. സാധാരണ ഒരു 150cc താഴെയുള്ള ബൈക്കിന് 20,000 കിലോമീറ്റർ വരെ ചെയിനും സോക്കറ്റിന് ലൈഫ് കിട്ടും. പുതിയ ബൈക്കാണെങ്കിൽ 20,000 കിലോമീറ്റർ വരുമ്പോൾ ചെയിനും സോക്കറ്റും മാറേണ്ടതാണ്. ഇതൊരു ഡയറി നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ അടുത്ത ചെയിനും സോക്കറ്റും മാറുന്ന ഇന്റർവെല്ലിൽ നമുക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. മെയിനായിട്ടും ആക്സിലിൻ്റെ നട്ട്, ചെയിൻ ടൈറ്റ് ചെയ്യാനുള്ള നട്ട്, ബ്രേക്ക് ഡ്രം കറങ്ങിപ്പോകാതിരിക്കാനുള്ള റാഡിൻ്റെ നട്ട്, ചെയിൻ ടൈറ്റ് ചെയ്യാനുള്ള നട്ടുകളെല്ലാം തന്നെ വീഡിയോ ചെയ്തേക്കുന്ന ക്രമത്തിൽ തന്നെ ഊരിയെടുക്കാൻ ശ്രദ്ധിക്കണം. ആക്സിൽ നട്ട് ഊരുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് കറങ്ങാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മറ്റൊരു സ്പാനർ ഉപയോഗിച്ച് അത് കറങ്ങാതെ പിടിക്കണം. ആക്സിൽ ഊരി ബ്രേക്ക് ഡ്രം വീഡിയോയിൽ കാണിച്ചേക്കുന്ന പോലെ ഇളക്കി ടയർ ഊരിയെടുക്കുക. പിന്നീട് ചെയിൻ കവർ ഊരിയെടുക്കുക. മുന്നിലെ പൾചക്രം ഊരാനായി വീഡിയോയിൽ കാണിച്ചേക്കുന്നത് പോലെ കവർ അഴിച്ചെടുക്കും. ബൈക്കിന്റെ ഡിസൈൻ മാറ്റം കാരണം പൾസർ പോലുള്ള വണ്ടിക്ക് സൈഡ് കവർ അഴിക്കേണ്ടതില്ല. ചെറിയ പൽചക്രത്തിൻ്റെ മുന്നിലുള്ള ഒരു ചെറിയ ലോക്ക് ഉണ്ട്. അത് ടീ സ്പാൻഡർ ഉപയോഗിച്ച്, 8ൻ്റെ ടീ സ്പാൻഡറാണ് ഉപയോഗിക്കേണ്ടത്. അത് ഉപയോഗിച്ച് വീഡിയോയിൽ കാണിച്ചേക്കുന്നത് പോലെ തന്നെ അഴിച്ചെടുക്കുക. ബൈക്കിലെ വലിയ പൽചക്രം വീഡിയോയിലെ പോലെ തന്നെ ഊരിയെടുക്കുക. വലിയ പൽചക്രത്തിന് 6 നട്ടുകളാണ് ഉള്ളത്. ഇത് നല്ല ടൈറ്റ് ആയിരിക്കും. അതിനാൽ ടയർ തിരിച്ചിട്ട് അതിനകത്തേക്ക് ഇറക്കി വെച്ചിട്ട് വേണം അത് അഴിക്കാൻ. അപ്പോൾ കുറച്ചുകൂടെ ഈസി ആയിരിക്കും അത് അഴിച്ചെടുക്കാൻ. പഴയ സോക്കറ്റ് എടുത്തു മാറ്റി പുതിയത് ഇതുപോലെ ഫിക്സ് ചെയ്യുക. നട്ട് നന്നായി ടൈറ്റ് ചെയ്യണം. മുന്നിലെ ചെറിയ പൽചക്രം ഇതുപോലെ ഫിക്സ് ചെയ്ത ശേഷം ലോക്ക് നട്ടിട്ട് ടൈറ്റ് ചെയ്യുക. പഴയ ചെയിൻ്റെ ലോക്ക് കണ്ടുപിടിച്ച് ഇതുപോലെ ലോക്ക്
അഴിച്ചെടുക്കുക. പുതിയ ചെയിൻ ലോക്ക് അഴിച്ച് ചേസിൻ്റെ ഇടയിലൂടെ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് പോലെ തന്നെ ഇടുക. തുടർന്ന് ചെയിൻ ലോക്ക് ഉപയോഗിച്ച് ബന്ധിപ്പിക്കുക. പുതിയ സോക്കറ്റ് തിരികെ വീഡിയോയിൽ കാണിച്ചേക്കുന്നത് പോലെ തിരികെ ഫിക്സ് ചെയ്യുക. മുന്നിലെ ചെറിയ പൽചക്രവും പിന്നിലെ വലിയ സോക്കറ്റുമായി ചെയിൻ ബന്ധിപ്പിക്കുക. ടയർ തിരികെ ഇടുമ്പോൾ ഈ വശം സോക്കറ്റിൻ്റെ നേരെ വരുന്ന വണ്ണം ഇടുക. ബ്രേക്ക് ഡ്രം ഇതുപോലെ തിരികെ ആക്സിൽ വഴി ഫിക്സ് ചെയ്യുക. ഫ്രണ്ട് കവർ, ചെയിൻ കവർ തിരികെ ഫിക്സ് ചെയ്യുക. വീഡിയോയിൽ കാണുന്ന ക്രമത്തിൽ നട്ടുകളെല്ലാം തിരികെ ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പണി കഴിഞ്ഞു. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്കൊരു ഇൻഫോർമേറ്റീവായിട്ട് തോന്നുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനലിൽ കൂടെ വാഹന സംബന്ധമായ ഇത്തരം കാര്യങ്ങളാണ് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത്ര ഇൻഫർമേഷൻ വേണമെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂട്ടത്തിൽ ആ ബെല്ലൈക്കണോടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് എത്തിച്ചേരുന്നതായിരിക്കും. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നമസ്കാരം.